വിവിധ ക്രൈസ്തവ സഭകളോട് പ്രതിഷേധ മാർച്ച് അത് രാജ്ഭവന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒരു യോഗം നടക്കുന്നുണ്ട്, അതിലേക്ക് തത്സമയം. ഈ നടപടി പിൻവലിക്കണം. നടപടി പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന തുറുങ്കിൽ നിന്ന് പുറത്തുകൊണ്ടുവരിക മാത്രമല്ല, ചാർജ് ചെയ്തിരിക്കുന്ന മുഴുവൻ കേസുകളും അന്യായമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും നമ്മുടെ നിയമവ്യവസ്ഥയും അനുവദിച്ചു നൽകുന്ന ആ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിൽ നിന്ന് സഹോദരിമാരെ വിടുവിക്കാൻ സാധിക്കും. അത്തരം നടപടി ബഹുമാന്യനായ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയും അടിയന്തരമായി ഇടപെട്ട് ഈ രംഗത്ത് നടപടി ഉണ്ടാക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഈ മനോഹരമായ കൂടിവരവില് എന്റെ ദൗത്യം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ജാഥ സംഘടിപ്പിക്കുവാനായിട്ട് മുന്നിൽ നിന്ന് എല്ലാ പ്രോത്സാഹനവും അതോടൊപ്പം തന്നെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി ഇതിനോടൊപ്പം സഞ്ചരിക്കുന്ന അഭിവന്യ മോറോൻ മോർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാബ, അദ്ദേഹം കേരള സംസ്ഥാനത്തിലെ KCBCയുടെ പ്രസിഡന്റാണ്. അതോടൊപ്പം തിരുവനന്തപുരം മലങ്കര മേജർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും കർദിനാളുമാണ്. അദ്ദേഹം ഈ ജാഥ സംഘടിപ്പിക്കുവാനായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന പിൻബലത്തെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദിയോടുകൂടി അനുസ്മരിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്നലെ ഏകദേശം 11 മണിക്കാണ് ആദ്യത്തെ പ്രഥമ ചർച്ച നടക്കുന്നത്. അപ്പോൾ തന്നെ അഭിമന്യ തോമസ് ജെ നെറ്റോ പിതാവ് അദ്ദേഹം പൂർണ്ണ പിന്തുണ കൂടി വന്ന എല്ലാവർക്കും നൽകി. ഇത് വളരെ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള നടപടിയാണ്. വളരെ ധീരമായി മുന്നോട്ട് പോകണം എന്ന് നമുക്ക് പിൻബലം നൽകുകയും ഇന്ന് ഈ ജാഥയുടെ മുന്നിൽ നിന്ന് തന്നെ നമ്മളെയൊക്കെ നയിക്കുകയും നമ്മളോട് സംസാരിക്കാനായിട്ട് ഇവിടെ സന്നിഹിതനാണ് തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പിതാവിനെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യും. ഈ സമ്മേളന വേദിയിൽ നമ്മളോടൊപ്പം സഭയുടെ കൊല്ലം, തിരുവനന്തപുരം ഭദ്രാസനങ്ങളുടെ അധിപൻ അഭിവന്യ ഐസക് മാർ ഫീലിക്സിനോസ് പിതാവാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഒരു ദിവസം കൊണ്ട് നടത്തുന്ന ഈ പരിപാടിക്ക് ഇന്നലെ വൈകുന്നേരം തന്നെ അദ്ദേഹത്തിന്റെ പള്ളികളില് പ്രത്യേക സന്ദേശം അറിയിച്ചു.